മനുഷ്യ ജീവിതത്തിൽ അന്നും ഇന്നും എന്നും നമ്മെ വിട്ടുപിരിയാത്ത ഒന്നേ ഒന്ന് നമ്മുടെ നിഴലാണ്. ഇന്നത്തെ കാലത്ത് നിഴലല്ലാതെ മറ്റൊന്നു കൂടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. ആ മൊബൈൽ ഫോണിലൂടെ നമുക്ക് നിഴലായി ഷാഡോ എന്ന ആപ്പ് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഷാഡോയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനായി ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് അതീഷ് ബാബു സാർ നമ്മുടെ കൂടെയുണ്ട്. വെൽക്കം സാർ. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഒരു സോഷ്യൽ മീഡിയ ഹബ്ബാണെന്ന് പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഫസ്റ്റ് സോഷ്യൽ മീഡിയ ഹബ്ബ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കൂട്ടം, അതിനെയാണ് ഹബ്ബ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിലവിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒന്നെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇ കോമേഴ്സിന് വേണ്ടിയിട്ടുള്ളത്, ക്ലാസിഫൈഡ്സിന്, അങ്ങനെ പലതായിട്ടാണ് കിടക്കുന്നത്. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഇത് എല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ്. ഇതിനകത്ത് നമ്മളൊരു മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന 6 E ഉണ്ട്, 6 E's. അത് സാമൂഹിക പ്രതിബദ്ധതയുള്ള 6 Eകളാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള 6 E's എന്ന് സാർ പറഞ്ഞല്ലോ, അത് ഏതെല്ലാമാണ്? നമ്മൾ 6 E's എന്ന് പറഞ്ഞത് 1 എഡ്യൂക്കേഷൻ, 2 എംപ്ലോയ്മെൻറ്റ്, ഇ കൊമേഴ്സ്, എൻ്റർടൈൻമെൻറ്റ്, ഏണിങ്സ് ആൻഡ് എൻറിച്ച്മെൻറ്റ്. ഇതാണ് നമ്മൾ പറഞ്ഞ 6 E എന്ന് പറയുന്നത്. ഇതിനകത്ത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ചൂടപ്പം പോലെ വിറ്റുപോകുന്ന 2 കാര്യങ്ങളാണ്. 1 എഡ്യൂക്കേഷനും 2 മെഡിസിൻ ഫീൽഡും. ഇതിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാ രക്ഷിതാക്കളും അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ചിലവാക്കുന്നത്. ഈ എഡ്യൂക്കേഷനിൽ ഷാഡോയുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ KG മുതൽ PG വരെയും അതിനോടനുബന്ധമായ എല്ലാ എൻട്രൻസ് കോച്ചിങ്ങുകളും, സ്പോക്കൺ ഇംഗ്ലീഷും, അവർക്ക് ജോലിക്ക് അത്യാവശ്യമായിട്ടുള്ള PSC, സിവിൽ സർവീസ് തുടങ്ങിയ റെയിൽവേ, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകളുടെയും കോച്ചിങ് തികച്ചും സൗജന്യമായിട്ടാണ് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഷാഡോ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള 6 E's എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, നമുക്കിപ്പോൾ അവൈലബിൾ ഉള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, അവർ തന്നെ ഈ പറയുന്ന ഫണ്ട് വാങ്ങിച്ച് ഈ കച്ചവടക്കാരൻ്റെ അഡ്രസ്സ് വളരെ ഇൻഷുറൻസ് വിൽക്കുന്ന സമയത്ത് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന പോലെ വളരെ ചെറിയ അക്ഷരത്തിൽ ആരും കാണാത്ത രീതിയിൽ മാത്രമാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല, കച്ചവടക്കാരിൽ നിന്ന് ഒരു വൻ തുക അവർ കമ്മീഷൻ വ്യവസ്ഥയിൽ വാങ്ങിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കച്ചവടക്കാരിൽ നിന്നും വൻ തുക കമ്മീഷൻ വാങ്ങിച്ചിട്ടാണ് നിലവിലുള്ള എല്ലാ ഇ കൊമേഴ്സ് ആപ്പുകളും പ്രവർത്തിക്കുന്നത്. അതുപോലെ അതിന് ഒരു പ്രതിവിധി എന്ന രീതിയിൽ ഷാഡോ കൊണ്ടുവരുന്നതാണ് ഇ കൊമേഴ്സ്. ഇതേ ആപ്പിൽ തന്നെയാണ് ഇ കൊമേഴ്സ് കൊണ്ടുവരുന്നത്. പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇപ്പോൾ നിലവിലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളെല്ലാം കണ്ടൻറ്റ് ഇടുന്ന ആൾക്കാർ, കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഏണിങ്സ് കൊടുക്കുന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് വേണം, ഇത്ര വാച്ചവേഴ്സ് വേണം എന്നുള്ള ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ പൈസ കൊടുക്കാതിരിക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഷാഡോ അതിൽ നിന്ന് വിപരീതമായി, ഒരു വ്യക്തിയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി കണ്ടതിനുള്ള ഒരു റെമ്യൂണറേഷൻ ഈ കണ്ടൻറ് ക്രിയേറ്ററിന് കിട്ടുന്ന രീതിയിലാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. എംപ്ലോയ്മെൻറ്റ്, ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഈ ഷാഡോ ആപ്പിലെ സിറ്റി ഡയറക്ടറിയിൽ മാത്രം 28,000 ആൾക്കാർക്കാണ് കേരളത്തിൽ ജോലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റ്. എൻറിച്ച്മെൻറ്റിൽ നമ്മൾ പറയുന്നത്, എല്ലാ തലത്തിലും ആൾക്കാർക്ക് പുരോഗമനം ഉണ്ടാകുന്ന പല പ്രോഗ്രാമും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എൻറിച്ച്മെൻറ്റിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അങ്ങനെയുള്ള 6 E's ആണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സ്റ്റുഡൻസിന് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഈ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് അവരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് KG മുതൽ PG വരെയും തികച്ച സൗജന്യമായിട്ട് നമ്മൾ വിദ്യാഭ്യാസം എത്തിക്കുന്നുണ്ട്. അത് പ്രീ റെക്കോർഡഡ് വീഡിയോ റെക്കോർഡിംഗ് ക്ലാസ്സറായിട്ടാണ് നമ്മൾ എത്തിക്കുന്നത്. അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ്, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിനും നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ട്. ഫ്രീ പാത്ത് IAS എന്ന് പറഞ്ഞിട്ട് സിവിൽ സർവീസ് കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ PSC കോച്ചിങ് നമ്മൾ കരിയർ ആക്സലറേറ്റ് എന്ന് പറഞ്ഞ പേരിലാണ് PSC കോച്ചിങ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, ഒരു 5 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വ്യക്തമായി അവർ ഇന്നത്തെ തലമുറ PG കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത് എന്ത് ജോലിക്ക് പോകണം എന്നുള്ളത്. അതുകൊണ്ടാണ് പല സ്ട്രീമിൽ എൻജിനീയറിംഗ് പാസ്സായ ആൾക്കാർ ഒറ്റയടിക്ക് ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പോയി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി മാറുന്നത്. അത് പാടില്ല.
നമ്മുടെ കുട്ടികൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് അവരുടെ ടാലൻ്റ് എന്താണെന്ന് തിരിച്ചറിയുകയും ആ ടാലൻ്റ് അനുസരിച്ച് അവർ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണമെന്ന് ചെറിയ പ്രായത്തിലേ അവർ തീരുമാനിച്ച് അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവരുടെ പാരൻസിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TDC കൊണ്ടുവരുന്നത്. ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ വ്യൂവേഴ്സ് ആണ് നമ്മുടെ മെയിൻ മോട്ടീവ്. അത്തരത്തിൽ ഏത് പ്രോഗ്രാമിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്? 144 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ അതിൽ 80% ആൾക്കാർ സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്. ഈ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ വ്യൂവർഷിപ്പിൽ വരുന്നതാണ്. അവരെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഒരു കൊച്ചുകുട്ടി ജനിക്കുന്നത് മുതൽ ആ കുട്ടിയുടെ പാരൻസിന് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ള പാരൻറ്റിങ് മുതൽ ആ കുട്ടി ഒരു പാരൻ്റ് ആകുമ്പോൾ ഉള്ള പാരൻറ്റിങ് വരെ ഉള്ള സാധനങ്ങൾ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. ഷാഡോ ആപ്പിന്റെ വ്യൂവേഴ്സിന് മറ്റ് ആപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്താണ് നൽകാൻ കഴിയുന്നത്? ആ ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഷാഡോ അതിനെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഷാഡോ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാ യൂസേഴ്സിനും അവർക്കൊരു വരുമാനം വരുന്ന രീതിയിലാണ് ഷാഡോ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഷാഡോ ആപ്പിൽ വ്യൂവേഴ്സിന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അത് ഏതെല്ലാം തരത്തിലാണ് അവർക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? 144 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ അതിൽ 80% ആൾക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. അവർ അതിൽ വീഡിയോസ് ഇടുന്നുണ്ട്, റീൽസ് ഇടുന്നുണ്ട്, ഫോട്ടോസ് ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ പരസ്യവും കാണാറുണ്ട്. പക്ഷേ അതിൽ 5% പോലും വരുമാനം ലഭിക്കുന്നില്ല. അന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആളാണോ? വീഡിയോസൊക്കെ ഇടുന്ന ആളാണ്. ഇതുവരെ അന്നയ്ക്ക് ഒരു വരുമാനം കിട്ടിയിട്ടുണ്ടോ? അവിടെയാണ് ഷാഡോയുടെ പ്രസക്തി വരുന്നത്. ഷാഡോയിൽ മെമ്പർ ആവുകയും അതിൽ കണ്ടന്റ് ഇടുന്നതുമായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഷാഡോ ഒരു വരുമാനം നൽകുന്നതായിരിക്കും. അവിടെയാണ് ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഷാഡോ വ്യത്യസ്തമാവുന്നതും ഷാഡോയിൽ അംഗമാവുന്ന ആൾക്കാർക്ക് വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നമ്മുടെ ഷാഡോ ആപ്പിൽ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഷാഡോവർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാക്കിയിട്ടാണ് അവരാണ് ഇതിനകത്ത് കണ്ടന്റ് ഇടുന്നത്. നമ്മുടെ മെമ്പർ ആവുന്ന ആൾക്കാരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഷാഡോവർ എന്നാണ്. ഷാഡോവർ ആവുന്ന സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാവുന്നതിൽ പുറമെ കരിയർ ആക്സലറേറ്റ് എന്ന് പറയുന്ന ഒരു PSC കോച്ചിങ് വഴി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് മെയിനായിട്ട് സ്ത്രീകളെയാണ്. നമ്മുടെ കേരളത്തിലെ ഒരു സമ്പ്രദായം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 18 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ അവരെ വിവാഹം കഴിച്ചയക്കുകയാണ്. അവർ നല്ല വിദ്യാഭ്യാസം നേടി ഒരു PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും അവരുടെ കല്യാണം നടക്കുന്നത്. ആ കല്യാണം കഴിഞ്ഞിട്ട് അവർ പിന്നെ ബാക്കി ആരുടെയൊക്കെയോ പ്രേരണയിലാണ് ജീവിച്ചു പോകുന്നത്. ഒന്നുകിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ, നാത്തൂൻ്റെ, അവരൊക്കെ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കുകയാണ്. അവർക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടി സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് ഈ സ്ത്രീക്ക് ഒരു ജോലിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും അടുത്ത ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഈ കഴിഞ്ഞ 7-8 വർഷം അവർ ജോലിക്ക് പോകാത്തതുകൊണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരിക്കും. അവർക്ക് ഒരു PSC കോച്ചിങ്ങിനോ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് കോച്ചിങ്ങിനോ പോയി ഒരു പരീക്ഷ എഴുതി ഒരു ജോലി ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഷാഡോയിലൂടെ കരിയർ ആക്സലറേറ്റ് എന്ന് പറയുന്ന PSC കോച്ചിങ്ങിലൂടെ പഠനം നടത്തുകയും ഇത് പഠനം നടത്തുക മാത്രമല്ല, ഏതൊക്കെ തസ്തികയിലാണ് PSC വിജ്ഞാപനം നടത്തുന്നത് എന്നുള്ള എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കരിയർ ആക്സലറേറ്ററിൽ നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു സെഗ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് എത്രയോ അധികം സഹോദരിമാർക്ക് ഒരു തൊഴിൽ, ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഷാഡോ അവരെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഷാഡോ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വേണം, പ്രൊമോഷൻസ് വേണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഷാഡോ ആപ്ലിക്കേഷൻ്റെ മാർക്കറ്റിങ്ങിനായിട്ട് കേരളത്തിൽ മാത്രം 28,000-ഓളം സ്റ്റാഫുകളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഷാഡോ അവലംബിക്കുന്നത്. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ നമ്മൾ ജനങ്ങൾക്ക് ആവശ്യമായ പോസിറ്റീവ് ഒരു വൈബ് നൽകുന്ന പരിപാടികളാണ് നമ്മൾ ടെലികാസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനകത്ത് കൊച്ചുകുട്ടികളുടെ കുട്ടിക്കുറുമ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്, നീതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. കാര്യം നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ഒരു എക്സ്ക്യൂസ് അല്ല. അതുകൊണ്ട് നിയമത്തിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇതിനകത്തൂടെ നൽകുന്നുണ്ട്. അതുപോലെ മാപ്പ്, കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ അകപ്പെട്ടു പോയി അവരെ ശിക്ഷ കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന പശ്ചാത്താപം അല്ലെങ്കിൽ അവരെങ്ങനെ അത് മാറുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് മാപ്പ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. ചുവപ്പ് നാട എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്.
നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഒരു അനേകായിരം ഫയലുകൾ, എത്രയോ ആൾക്കാരുടെ ജീവനാണ് അതിൽ കെട്ടിക്കിടക്കുന്നത്. അങ്ങനെ ഒരു അനാസ്ഥ കൊണ്ട്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ കൊണ്ട് കെട്ടിക്കിടക്കുന്ന ഫയലുകളെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതെന്തുകൊണ്ട് അങ്ങനെ കിടക്കുന്നു എന്ന് അന്വേഷിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്, ചുവപ്പ് നാട. അതുപോലെ തന്നെ 140 മണ്ഡലങ്ങളിലൂടെ എല്ലാ MLA MP-മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മണ്ഡലങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായ കേരളത്തിൻ്റെ പൈതൃകം വിളിച്ചു പറയുന്ന രീതിയിലുള്ള കേരളത്തിൻ്റെ തനത് ഉത്സവങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെഗ്മെൻ്റ് ഉണ്ട്. എന്ന് പറയുന്ന പോലെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന, അതുപോലെ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ കുട്ടികൾക്ക് തുറന്നു വെക്കാൻ രക്ഷിതാക്കൾക്ക് പേടിയാണ്. കാര്യം അതിനകത്ത് ഒരു 90% നെഗറ്റീവ് ന്യൂസസാണ്, കുട്ടികൾ അറിയേണ്ടാത്ത ന്യൂസസാണ്. അപ്പോൾ കുട്ടികളുടെ വാർത്തകൾ മാത്രം വെച്ചിട്ട് ഔൾ ഓഫ് മിനർവ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് നമുക്കുണ്ട്. ഷാഡോ എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് മൊത്തം പോസിറ്റീവ് മാത്രമാണ്. ഒരു നെഗറ്റീവ് ന്യൂസോ ഒന്നും ഇതിൽ നിന്ന് ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കില്ല. ഇതാണ് ഷാഡോയുടെ ലക്ഷ്യം. വ്യൂവേഴ്സിന്റെ ആവശ്യപ്രകാരമായിട്ടുള്ള പ്രോഗ്രാംസ് അവർക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ആപ്പ് വഴി വ്യൂവേഴ്സ് കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്താനും വേണ്ടി വന്നാൽ പുതിയ പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്യിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണ്ഡലങ്ങളിലൂടെ നമ്മുടെ 140 MLA-മാരും 20 MP-മാരും ചേർന്നുള്ള ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് പോലും ജനങ്ങളാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തരുന്നത്. അവരുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ MLA-മാരുമായിട്ടും MP-മാരുമായിട്ടും സംവദിക്കുന്നത്. അത് ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള എല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഷാഡോ എന്നൊരു കൺസെപ്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത്? നമ്മളിപ്പോൾ എല്ലാ ആൾക്കാരും മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് ചുമ്മാ മൊബൈൽ നോക്കി സമയം കളയരുതെന്നല്ലേ. എന്നതിനും മാറ്റി മൊബൈലിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായില്ലേ എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരുത്താൻ വേണ്ടിയിട്ടുള്ള ചിന്താഗതിയിൽ നിന്നാണ് ഷാഡോ എന്ന് പറയുന്ന ഒരു ആപ്പ് വന്നത്. നിങ്ങളുടെ വെറുതെ മൊബൈൽ നോക്കിയിരിക്കാതെ അതിനകത്ത് നമുക്ക് പഠിക്കാം, വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് ജോലി കിട്ടാൻ മാർഗമുണ്ട്, ഇ-കൊമേഴ്സ് ആപ്പ് നമുക്കുണ്ട്. അതുപോലുള്ള പല മേഖലയിൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് വരുമാനം നേടാൻ കഴിയുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്താഗതി വന്നത്. ഇത്രയും വലിയ സ്റ്റാർട്ടപ്പ്, ഇത്രയും എംപ്ലോയീസിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകാൻ കഴിയുന്ന ഒരു സ്റ്റാർട്ടപ്പ്, അത് നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ധൈര്യം, അത് എവിടെ നിന്നാണ് കിട്ടിയത്? കേരളത്തിന് എന്താ ഒരു കുഴപ്പം? ഏറ്റവും കൂടുതൽ യുവാക്കളുള്ളത് കേരളത്തിലല്ലേ? ഏറ്റവും കൂടുതൽ IT വിദഗ്ധരുള്ള കേരളത്തിലല്ലേ? പിന്നെ സർക്കാരിൽ നിന്നാണെങ്കിലും ഈ ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്തത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ്. വ്യവസായ വകുപ്പിൽ നിന്ന് അനേകം സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ആൾക്കാരുടെ ചിന്ത മാറ്റുക എന്നുള്ള ലക്ഷ്യവും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കേരളത്തിൽ തന്നെ തുടങ്ങുന്നത്. കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് പോലുള്ള സ്ഥാപനങ്ങൾ ഉള്ളപ്പോഴും അതിനൊക്കെ വെളിയിൽ ഒരു സ്ഥാപനം എടുത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്തതും അതേ ലക്ഷ്യം വെച്ച് തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ 2 ഭാഗത്തു നിന്നും എറണാകുളം എന്ന് പറയുന്ന ടൗണിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള വാഹന സൗകര്യം ഇതെല്ലാം കണക്കെടുത്തിട്ടാണ് നമ്മൾ ഇത് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കേരളത്തിൽ മാത്രം 28,000-ലധികം ആൾക്കാർ ഫീൽഡ് സ്റ്റാഫായിട്ടും ഓഫീസിലേക്ക് 350ഓളം ആൾക്കാരെയും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഈ ഓഫീസ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവും ഉണ്ടായിരുന്നില്ല. ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ തുടങ്ങണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ഇതിൻ്റെ പഠനങ്ങളെല്ലാം നടത്തിയതിന് ശേഷം കേരളത്തിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിൽ എത്ര വ്യൂവേഴ്സിനെയാണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? കേരളത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും 3.5 കോടി ജനങ്ങളെയും ഞങ്ങളുടെ വ്യൂവേഴ്സായിട്ട് കൊണ്ടുവരണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആക്കണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. ഒരു ആപ്പ് വിജയിപ്പിക്കുന്നത് അതിൻ്റെ വ്യൂവേഴ്സാണ്. സോ ആ വ്യൂവേഴ്സിനോട് എന്താണ് സാറിന് പറയാനുള്ളത്? നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സമയം കളയാൻ വേണ്ടിയുള്ളതൊന്നല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്ത് കാണണം എന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നുമാണ്
എനിക്ക് പറയാനുള്ളത്. ഷാഡോ എന്ന സോഷ്യൽ മീഡിയ ഹബിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഇത് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു ചരിത്രമായി മാറട്ടെ. സാറിന്റെ സ്വപ്നം പോലെ തന്നെ ഇത് വലിയൊരു സംരംഭമായി മാറട്ടെ. താങ്ക് യു സാർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.